അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ നിന്ന് ഭൂമിയിലേക്കുള്ള സുനിത വില്യംസ് അടക്കമുള്ളവരുടെ തിരിച്ചുവരവ് ഇനിയും വൈകും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള അടുത്ത സംഘം യാത്രക്കാരുമായി ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപണം മാറ്റിവെച്ച സാഹചര്യത്തിലാണ് സുനിത വില്യംസിൻ്റെയും സംഘത്തിൻ്റെയും മടങ്ങിവരവ് വീണ്ടും നീളുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5:18 വിക്ഷേപണം നടക്കേണ്ടിയിരുന്നത്. ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന സ്പേസ് എക്സിൻ്റെ തന്നെ ഡ്രാഗൺ പേടകത്തിലായിരുന്നു 4 സഞ്ചാരികൾ ബഹിരാകാശത്തേക്ക് പോകേണ്ടിയിരുന്നത്. അവസാന നിമിഷം കണ്ടെത്തിയ ലോഞ്ച് പാഡിലെ സാങ്കേതിക പ്രശ്നം കാരണമാണ് ഇന്നത്തെ വിക്ഷേപണം മാറ്റിവെച്ചത്. അടുത്ത ശ്രമം എന്ന് നടത്തുമെന്ന് സ്പേസ് എക്സും നാസയും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യം വൈകുന്നതിന് അനുസരിച്ച് സുനിത വില്യംസ് അടക്കം ക്രൂ 9 സംഘത്തിലുള്ളവരുടെ തിരിച്ചുവരവും വൈകും. 2024 ജൂൺ മാസം മുതൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട്. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ 5-നായിരുന്നു ഇരുവരും ISSലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ സ്റ്റാർലൈനറിൻ്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണം 8 ദിവസത്തെ ദൗത്യത്തിന് ശേഷം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങി വരാനായില്ല. പിന്നീട് പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും സ്റ്റാർലൈനറിൻ്റെ അപകട സാധ്യത കാരണം മടക്കയാത്രകൾ നീട്ടിവെച്ചു. തുടർന്ന് സ്റ്റാർലൈനറിനെ ആളില്ലാതെ തന്നെ ന്യൂ മെക്സിക്കോയിൽ 2024 സെപ്റ്റംബർ 7 ലാൻഡ് ചെയ്യിക്കുകയാണ് നാസയും ബോയിങ്ങും കൂടി ചെയ്തത്. അതോടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് തന്നെ തുടരേണ്ടി വരികയായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിതയെന്ന ലോക റെക്കോർഡ് ഇതിനിടെ സുനിത വില്യംസ് സ്ഥാപിക്കുകയും ചെയ്തു. ഇനി 4 സംഘത്തിൻ്റെ മടക്കം സ്പേസ് എക്സിൻ്റെ ക്രൂ 10 ദൗത്യം ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുന്നത് അനുസരിച്ചിരിക്കും. സ്പേസ് എക്സിൻ്റെ ക്രൂ 10 ദൗത്യം വൈകിയതോടെ സുനിത വില്യംസ് വീണ്ടും കുറേ റെക്കോർഡുകൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഇന്ന് രാത്രി തന്നെ സ്പേസ് എക്സ് അടുത്ത ശ്രമം നടത്തുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. 1969 അമേരിക്ക ആളുകളെ ചന്ദ്രനിൽ എത്തിച്ച് അവരെ തിരികെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോളജി അത്രയേറെ വികസിച്ചിട്ടും ഈ 2025 ഇവരെ മടക്കിക്കൊണ്ടുവരാൻ ഈ ദൗത്യം പരാജയപ്പെടുന്നത് നാസയ്ക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ്. അമേരിക്കയുടെ 1969 വിജയകരമായ ചന്ദ്രയാത്ര ഏതോ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്തതാണെന്ന വാദം വീണ്ടും ഉയരുകയാണ്. സോവിയറ്റ് യൂണിയനുമായി ദീർഘകാലം നിലനിന്ന ശീതയുദ്ധത്തിൽ മേൽക്കൈ നേടാൻ അമേരിക്ക കെട്ടിച്ചമച്ച ഒരു കഥയാണ് 1969 മൂൺ ലാൻഡിംഗ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്.